ഭിക്ഷാടനത്തിനെത്തിയ യാചകൻ പതിവില്ലാത്ത ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഇതാ മഹാരാജാവ് ആർപ്പുവിളിയുടെ മധ്യത്തിലൂടെ കടന്നു വരുന്നു. പ്രജകളെ അത്ര കണ്ട് സ്നേഹിക്കുന്ന പുണ്യതിരുമേനി തനിക്ക് എന്തെങ്കിലും തരാതെ കടന്നു പോകില്ല. രഥം അടുത്തു വരും തോറും അയാളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. രഥം അടുത്തെത്തി. രാജാവ് ചെറുപുഞ്ചിരിയോടെ യാചകന് നേരെ കൈനീട്ടി. അയാൾ ഞെട്ടിത്തെരിച്ചു. നീട്ടിയ കരം മാറാതായപ്പോൾ തൻ്റെ സഞ്ചിയിൽ നിന്നൊരു ധാന്യമണിയെടുത്ത് രാജാവിൻ്റെ കയ്യിൽ വെച്ചു. രാജാവ് കടന്നുപോയി. ദുഃഖവും നിരാശയും നിറഞ്ഞ മനസ്സോടെ വൈകുന്നേരം സഞ്ചി കുടഞ്ഞിടുമ്പോൾ എന്തോ തിളങ്ങുന്നതായി അയാൾ കണ്ടു. ആകാംക്ഷയോടെ അത് കയ്യിലെടുത്തു. രാജാവിന് കൊടുത്ത ഗോതമ്പ് മണി ഇതാ സ്വർണ്ണമണിയായി തൻ്റെ സഞ്ചിയിൽ. കഷ്ടം, സഞ്ചിയിലെ മുഴുവൻ ധാന്യമണിയും കൊടുത്തിരുന്നെങ്കിൽ. ഇനി പരിതപിച്ചിട്ട് കാര്യമില്ല, അവസരം നഷ്ടമാക്കിയില്ലേ. ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൽ നാം ദൈവത്തിന് കൊടുക്കേണ്ട പ്രഥമ സ്ഥാനത്തെക്കുറിച്ചാണ്. പൂർണ്ണനായ ദൈവത്തിന് നമ്മുടെ സ്നേഹാദരവിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുമ്പോൾ നാം ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുകയും നമുക്കുള്ളതെല്ലാം ദൈവിക ദാനമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തുകയും ചെയ്യുന്നു. ദൈവിക ദാനങ്ങൾ നമുക്കായി മാത്രം സൂക്ഷിക്കാതെ ആവശ്യക്കാരുമായി പങ്കുവയ്ക്കുമ്പോൾ അത്യുന്നതിനു മുമ്പിൽ സ്വർണ്ണമണികളായി മാറുകയും നമ്മെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന കൽപ്പന പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു.